ഇന്ന് നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഇലക്ട്രിക് ഫീൽഡ് ഇൻ എ റീജിയൻ ഈസ് ഗിവൺ ബൈ ഇ ഈക്വൽ ടു 3/5 E0 I cap പ്ലസ് 4/5 E0 J cap ആണ്. അതിനകത്ത് E0യുടെ വാല്യൂ തന്നിട്ടുണ്ട് 2 × 10⁻³ ന്യൂട്ടൺ പെർ കുളോം ആണ്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ റെക്ടാങ്കുലർ സർഫേസ് ഓഫ് ഏരിയ 0.2 മീറ്റർ സ്ക്വയർ ലൈങ് പാരലൽ ടു ദ YZ പ്ലെയിൻ എന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ചെയ്യാനുള്ള എളുപ്പ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഒരു എക്സ് വൈ പ്ലെയിൻ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് വരയ്ക്കുക എന്നുള്ളതാണ് അല്ലേ. എക്സ് വൈ പ്ലെയിൻ ആദ്യം വരയ്ക്കുന്നു. ഓക്കെ, ഇവിടെ നമ്മൾ എടുക്കാൻ പോകുന്നത് ഒരു YZ പ്ലെയിൻ ആദ്യം അസ്യൂം ചെയ്യണം, കാരണം YZ ആണ് ഇവിടെ പറഞ്ഞേക്കുന്ന പ്ലെയിൻ അല്ലേ. അപ്പോൾ ഇതാണ് YZ പ്ലെയിൻ എന്ന് പറയുന്നത്. ഇനി എക്സ് എന്ന് പറഞ്ഞാൽ ഈ ആക്സിസ് അല്ലേ എക്സ് എന്ന് പറയുന്നത്. എക്സ് YZ എടുക്കുമ്പോൾ ഈ ആക്സിസ് ആയിരിക്കും എന്ത് എക്സ് എന്ന് പറയുന്നത് അല്ലേ, ഇതായിരിക്കും എക്സ്. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത് YZ പ്ലെയിനിൽ കിടക്കുന്ന ഒരു സർഫസ് എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലെ, റെക്ടാങ്കുലർ സർഫസ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം, ഇതാണ് ഇത് ആ സർഫസ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അതായത് ഈ ഷെയ്ഡ് ചെയ്ത ഈ റീജിയൺ ആണ് എന്തെന്ന് പറയുന്നത് ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഇതിൻ്റെ ഏരിയ വെക്റ്റർ നമുക്കറിയാം. ഫ്ലക്സ് കാണാനുള്ള ഇക്വേഷൻ, ഇവിടെ ഇലക്ട്രിക് ഫ്ലക്സ് ആണ് കണ്ടുപിടിക്കുന്നത്. ഫ്ലക്സ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്, ക്ലോസ്ഡ് ഇൻ്റഗ്രൽ E.ds ആണെന്ന് നമുക്കറിയാം. E.ds. ഇവിടെ ds എന്ന് പറയുന്നത് ഏരിയ വെക്ടർ ആണ്. ഈ ഏരിയ വെക്ടർ എങ്ങോട്ടായിരിക്കും, ഇത് YZ പ്ലെയിനിൽ കിടക്കുകയല്ലേ. അപ്പോൾ ഇതിൻ്റെ ഏരിയ വെക്ടർ എങ്ങോട്ടായിരിക്കും നമുക്കറിയാം, അത് എക്സ് ആക്സിസിലോട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ ഇക്വേഷനെ നമുക്ക് ഇങ്ങനെ ഒന്ന് റീറൈറ്റ് ചെയ്യാം. ഈ വെക്ടർ E.dsന് പകരം ഞാൻ ds × I cap എന്ന് എഴുതുകയാണ്. കാരണം വെക്ടറിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ഇൻറ്റു യൂണിറ്റ് വെക്ടർ എഴുതാം, നമുക്ക് ds വെക്ടർ കിട്ടും അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് നിന്ന് നമുക്ക് കോൺസ്റ്റൻറ്റിലേക്ക് പുറത്തെടുക്കാം അല്ലേ. കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഇക്ക് ഇവിടെ വാല്യൂ ഉണ്ട്, ഇൻ്റെ വാല്യൂ എത്രയാണെന്ന് നമുക്കറിയാം. ഓക്കെ, 3/5 E0 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, ഈനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പുറത്തെടുക്കുന്നു അല്ലേ. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അതിന് മുമ്പ് നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ, വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എങ്ങനെയാണ്, ഇൻ്റഗ്രൽ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഈയുടെ വാല്യൂ ഉണ്ടല്ലോ, എന്താണ് 3/5 E0 I cap പ്ലസ് 4/5 E0 J cap അല്ലേ, ഡോട്ട് ds × I cap. ഓക്കെ അല്ലേ. നമുക്ക് ഡോട്ട് പ്രോഡക്റ്റ് അറിയാലോ, അതിനകത്ത് I.Iക്ക് വാല്യൂ ഉള്ളൂ അല്ലേ. J.I അല്ലെങ്കിൽ I.J 0 ആണ് അല്ലേ. അപ്പോൾ ബാക്കി എന്തുണ്ട്, ക്ലോസ്ഡ് ഇൻ്റഗ്രൽ 3/5 E0 I cap, ബാക്കി എന്തുണ്ട് ഇവിടെ ഇൻറ്റു ds ഉണ്ട് അല്ലേ, ds ഉണ്ട്. I cap വേണ്ട, I cap നമുക്ക് ഓൾറെഡി I.I എന്തായിപ്പോയി, 0 ആയിപ്പോയി. അപ്പോൾ അവിടെ നമുക്ക് I cap കൊടുക്കണ്ട. ഓക്കെ, ds ഉണ്ട് അല്ലേ. ഇനി നമുക്ക് കോൺസ്റ്റൻ്റ് എല്ലാം പുറത്തെടുക്കാം. കോൺസ്റ്റൻ്റ് ആരൊക്കെയാ, 3/5 കോൺസ്റ്റൻ്റ് ആണല്ലേ, 3/5 E0 കോൺസ്റ്റൻ്റ് ആണ്. ബാക്കി ആരുണ്ട്, ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ds. ഓക്കെ, ഇനി നമുക്ക് ഇൻ്റഗ്രൽ ds ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, എസ് കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം ഈക്വൽ ടു 3/5 E0 × S എന്ന് കിട്ടി അല്ലേ. ഇനി നമുക്ക് വാല്യൂ കൊടുത്താൽ E0യുടെ വാല്യൂ നമുക്ക് മുകളിലുണ്ടല്ലേ, എത്രയാണ് E0യുടെ വാല്യൂ. ഓക്കെ, അവിടെ കൊടുക്കാം. അപ്പോൾ 3/5 × E0യുടെ വാല്യൂ 2 × 10⁻³ ഇൻറ്റു എസിൻ്റെ വാല്യൂ എത്രയാണ്, സർഫസ് ഏരിയ 0.2 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 0.2 × 2 എന്ന് പറയുന്നത് 0.4, 0.4 × 3 എന്ന് പറയുന്നത് എത്രയാണ്, 1.2 × 10⁻³ ഡിവൈഡഡ് ബൈ 5 എന്ന് കിട്ടും അല്ലേ. ഇത് ചെയ്ത് നോക്കിയാൽ എത്ര കിട്ടും, ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് 1.2 × 10⁻³ ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് 1.2 × 10⁻³ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് മുകളിൽ 1.2 × 10⁻³ ആണ്. അപ്പോൾ നമുക്കത് എത്ര കിട്ടും, ഈക്വൽ ടു 1200 കിട്ടും അല്ലേ, ഡിവൈഡ് ബൈ 5 കിട്ടും. അപ്പോൾ ഇതിൽ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്, 240 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ കിട്ടുന്ന എത്രയാണ്, 240 ആണ്. ഓക്കെ, ഇതാണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത്, ഫ്ലക്സ് എന്ന് പറയുന്നത് 240 ആണ്. അപ്പോൾ നമുക്ക് കിട്ടി 240 ന്യൂട്ടൺ, യൂണിറ്റ് ചെയ്തണ്ടേ അല്ലേ. അപ്പോൾ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ബൈ കൂളൂം, ഇതാണ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇത് കൃത്യമായിട്ട് എഴുതി വെച്ച് പഠിക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റ് ദ റേഷ്യോ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ടു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ 2 ഇലക്ട്രോൺസ് പ്ലേസ്ഡ് അറ്റ് എ സർട്ടൺ ഡിസ്റ്റൻസ് ഇൻ എയർ. ഇതാണ് നമുക്ക് ചെയ്യേണ്ട അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാൻ തന്നെ ഒരു കാര്യം മനസ്സിലാവും, ഇവിടെ കാണേണ്ടത് റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന് കാര്യം മനസ്സിലാവും അല്ലേ. അപ്പോൾ റേഷ്യോ, രണ്ടെണ്ണത്തിൻ്റെയും റേഷ്യോ, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിൻ്റെയും അതുപോലെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെയും റേഷ്യോ ആണ് നമുക്കിവിടെ വേണ്ടത്.
അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇത് രണ്ടെണ്ണത്തിൻ്റെയും ഇക്വേഷൻ എഴുതുക എന്നുള്ളതാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെയും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിൻ്റെയും ഇക്വേഷൻ എഴുതുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഇക്വേഷനിലോട്ട് പോകാം. ഇക്വേഷൻ ആദ്യം എഴുതാം. ഇക്വേഷൻ ഇതാണ്. എഫ് ഇസ് ഈക്വൽ ടു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്? എഫ് ഇസ് ഈക്വൽ ടു 1/4πε0 Q1 Q2 R² ആണെന്ന് നമുക്കറിയാം. ഓക്കെ, പക്ഷേ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? 2 ഇലക്ട്രോൺസ് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രോൺസ് ഇ അല്ലേ, അപ്പോൾ ഇക്വേഷൻ ഇങ്ങനെ മാറ്റാം. എഫ് ഇസ് ഈക്വൽ ടു ഈ എഫ് ഇന്ന് എഴുതാം കേട്ടോ. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് കാണാനാണ് എഫ് ഇന്ന് എഴുതിയേക്കുന്നത് കേട്ടോ. അപ്പോൾ എഫ് ഇസ് ഈക്വൽ ടു 1/4πε0 E ഇൻറ്റു ഇ ഡിവൈഡ് ബൈ R². ഓക്കെ, അപ്പോൾ ഇ ഇൻറ്റു ഇ സ്ക്വയർ ആണെന്നറിയാലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. എഫ് ഈസ് ഈക്വൽ ടു 1/4πε0 E² ഡിവൈഡഡ് ബൈ R². ഓക്കെ, അപ്പോൾ ഇത് ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. ഏതിൻ്റെ? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമുക്കായി. ഇനി ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ ഏകദേശം നമ്മൾ 9ാം ക്ലാസ് തൊട്ട് പഠിക്കുന്നതാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിനെ നമുക്ക് എഫ് ജി എന്ന് എഴുതാം. എഫ് ജി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എഫ് ജി ഈസ് ഈക്വൽ ടു എന്താണ്? ജി എം. രണ്ടിൻ്റെയും മാസ് ഈക്വൽ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത്? ഇലക്ട്രോൺ ആണല്ലേ. അപ്പോൾ എം ഇൻറ്റു ഇ സ്ക്വയർ, ഇലക്ട്രോണിൻ്റെ മാസിൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ, അവിടെയും ഡിസ്റ്റൻസ് വേണം അല്ലേ. 2 ചാർജുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് അവിടെയും നമുക്ക് വേണ്ടത്. ഡിസ്റ്റൻസ് R എന്ന് തന്നെ വിളിക്കാം. അപ്പോൾ എന്താണ്? R² എന്ന് എഴുതി. നമുക്കിൻ്റെ റേഷ്യോ അല്ലേ വേണ്ടത്? സിമ്പിളാണ്. എന്ത് ചെയ്താൽ മതി? എഫ് ഇ ഡിവൈഡഡ് ബൈ എഫ് ജി ചെയ്താൽ കിട്ടുമല്ലോ നമുക്ക് അതിൻ്റെ ആൻസർ അല്ലേ. അപ്പോൾ രണ്ടും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് എടുക്കാം? 1/4πε0. എഫ് ഇയുടെ നമുക്കറിയാമല്ലോ എന്താണ്? 1/4πε0 E² അല്ലേ, ഡിവൈഡഡ് ബൈ ഹോൾ ഡിവൈഡഡ് ബൈ ജി ഇൻറ്റു എം E². കാരണം എന്താണ്? R² ഓൾറെഡി എന്തായി പോയിട്ടുണ്ട്? കട്ട് ചെയ്ത് പോയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അവിടെ അതിന് വാല്യൂ ഇല്ല, അത് കട്ടായിപ്പോയി. ഇനി എന്ത് ചെയ്യുക? ഇതിൻ്റെയൊക്കെ വാല്യൂ കൊടുത്താൽ മതി അല്ലേ. ഇതിൻ്റെയൊക്കെ വാല്യൂ കൊടുക്കണം. ആദ്യം അറിയേണ്ടത് എന്താണ്? 1/4πε0 വാല്യൂ അറിയണം. 1/4πε0 വാല്യൂ എത്രയാണ്? ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. 9 × 10⁻⁹ ആണെന്നറിയാം അല്ലേ. ചാർജ് ഓഫ് ഇലക്ട്രോൺ അറിയാം. 1.6 × 10⁻⁻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 ⁻
എത്രയാണ്? ദാറ്റ് ഈസ് 9.1 ഇൻറ്റു 10⁻⁻31 കിലോഗ്രാം ആണ് അല്ലേ? അതാണ് മാസ്. ഇനി ജിയുടെ വാല്യൂ 90 പഠിച്ചതാണ്. ജിയുടെ വാല്യൂ ജി ഈസ് ഈക്വൽ ടു എത്രയാണ്? 6.6 ഇൻറ്റു 10⁻⁻11 ആണ് എന്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്? ജിയുടെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇതെല്ലാ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതിൻ്റെ റേഷ്യോ കിട്ടും? ഈ പറഞ്ഞ വാല്യൂസ് കിട്ടും അല്ലേ? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയേ. 1/4 വാല്യൂ എന്താണ്? 9 ഇൻറ്റു 10⁻9 എന്ന് കൊടുക്കുക ഇൻറ്റു എന്താണ് ഈയുടെ വാല്യൂ അല്ലേ? ഇൻറ്റു 1.6 ഇൻറ്റു 10⁻⁻19 അതിൻ്റെ സ്ക്വയർ എടുക്കണം അല്ലേ? അതിൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ ജിയുടെ വാല്യൂ എത്രയാണ്? 6.6 ഇൻറ്റു 10⁻11 ഇൻറ്റു എം ഇയുടെ സ്ക്വയർ വേണം അല്ലേ? അപ്പോൾ 9.1 ഇൻറ്റു 10⁻31 സ്ക്വയർ. ഓക്കെ, ഇതൊക്കെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് അല്ലേ? ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടണം? ഇതിൻ്റെ എക്സാക്റ്റ് ആൻസർ കിട്ടണം അല്ലേ? അപ്പോൾ ഇത് ഒന്ന് എല്ലാവരും ചെയ്ത് നോക്കുക. ഇതിൻ്റെ ആൻസർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട ആൻസർ, അതായത് മുകളിലത്തെ എല്ലാ ടേമും കൂടി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9 ഇൻറ്റു 1.6ൻ്റെ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2.304 എന്ന് കിട്ടും അല്ലേ? ബാക്കി പവർ എത്ര വരും? ഇൻറ്റു 10⁻28 എന്ന് കിട്ടും. ഓക്കെ, -28 എന്ന് കിട്ടും. ഓക്കെ, ഡിവൈഡഡ് ബൈ താഴത്തെ ടേം ചെയ്യുമ്പോൾ എന്താ കിട്ടും? അത് 5.464 ഇൻറ്റു 10⁻60 എന്നും കിട്ടും. -60. ഓക്കെ, ഇത് സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന അപ്രോക്സിമേറ്റ് വാല്യൂ എന്ന് പറയുന്നത് 4.2 എന്ന് കിട്ടും. 4.2 ഇൻറ്റു 10⁻42 എന്ന് കിട്ടും. ഇതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവരും ഇത് ചെയ്തു നോക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, 2 പോയിന്റ് ചാർജസ് +9
E and plus E are separated by a distance of 16 centimeter. At what position between them should a third charge Q be placed so that system is in equilibrium? ഇതാണ് കോൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഇവിടെ ഒരു ചാർജിനെ കൊണ്ടുവന്ന് വെച്ചാൽ എന്ത് സംഭവിക്കും എന്നാണ് ചോദിച്ചിരുന്നത് അല്ലേ. അതിൻ്റെ മിഡ് പോയിന്റിലായിട്ട് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ, തേർഡ് ചാർജിനെ എവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആ സിസ്റ്റം എങ്ങനെ ഇക്വിലിബ്രിയത്തിലാകുമെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്കൊന്ന് വരച്ചു നോക്കാം. ഇതൊരു ചാർജാണ്, ഇത് മറ്റൊരു ചാർജാണ്. ഇത് നമുക്ക് 9E എന്നും ഇതിനെ നമുക്ക് E എന്നും വിളിക്കാം. ഇതിനിടയ്ക്ക് എവിടെയോ ഒരു സ്ഥലത്ത് ഒരു എക്സ് ഡിസ്റ്റൻസ് അകലെ നമ്മൾ എടുക്കാം, ഒരു എക്സ്. കാരണം ദൂരം നമുക്കറിയില്ല, എക്സ് ഡിസ്റ്റൻസ് നമുക്കറിയില്ല. അവിടെ നമ്മൾ എന്ത് ചെയ്തു, ഈ ചാർജിനെ കൊണ്ടുവന്ന് വെച്ചു. ഓക്കെ, അപ്പോൾ ഉണ്ടാകുന്ന എവിടെ കൊണ്ടുവയ്ക്കുമ്പോഴാണ് ഇത് ഇക്വിലിബ്രിയം ആകുന്നത് എന്നാണ് ക്വസ്റ്റ്യനിൽ വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ചെയ്തു നോക്കാം. ഇത് എക്സ് ആണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ടോട്ടൽ തന്നിട്ടുണ്ട്, ടോട്ടൽ 16 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി എത്രയായിരിക്കും? 16 മൈനസ് എക്സ് ആയിരിക്കും. ഓക്കെ, നമുക്ക് ചെയ്തു നോക്കാം. ഇവിടെ ഫോഴ്സ് അല്ലേ ആദ്യം, ഇത് കാരണം ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ എഫ് ഇസ് ഈക്വൽ ടു എന്ത് എഴുതാം? ദാറ്റ് ഈസ് 1/4πε0 9E ഇൻറ്റു ക്യൂ ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് നമുക്കറിയാം എത്രയാണ്. ദാറ്റ് ഈസ് തൽക്കാലത്തേക്ക് നമുക്ക് അതിനെ എക്സ് എന്ന് വിളിക്കാം അല്ലേ, എക്സ് സ്ക്വയർ എന്ന് വിളിക്കാം അല്ലേ, എക്സ് സ്ക്വയർ എന്ന് വിളിക്കാം. ഇനി രണ്ടാമത് ഇതിനെ F1 എന്ന് വിളിക്കാം. അടുത്തത് F2 കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4πε0. ഇവിടുത്തെ ചാർജ് E ആണ് അല്ലേ. എന്നിട്ട് അപ്പോൾ QE ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് 16 മൈനസ് എക്സിൻ്റെ സ്ക്വയർ. ഓക്കെ, ഇത് ഏതൊരു പോയിന്റ് എത്തുമ്പോൾ ഈക്വൽ ആകുമെന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പം 1/4πε0ക്ക് പകരം നമുക്ക് K കൊടുക്കാം. K ഇൻറ്റു 9EQ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു KEQ ഡിവൈഡഡ് ബൈ 16 മൈനസ് എക്സിൻ്റെ സ്ക്വയർ. ഓക്കെ, ഇവിടെ നമുക്ക് K ക്യാൻസൽ ചെയ്ത് കളയാം, Q ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി എന്തുണ്ട്? 9E ബൈ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു E ബൈ 16 മൈനസ് എക്സ് ദി ഹോൾ സ്ക്വയർ എടുക്കാം അല്ലേ. ഇനി E നമുക്ക് ക്യാൻസൽ ചെയ്യാം അല്ലേ. ബാക്കി എന്തുണ്ട്? ദാറ്റ് ഈസ് 9 ബൈ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 1/16 മൈനസ് എക്സ് ദി ഹോൾ സ്ക്വയർ. ഇതിനെ നമുക്ക് സ്ക്വയർ മാറ്റാം. അപ്പോൾ എന്തെടുക്കാം? 3/x ഇസ് ഈക്വൽ ടു 1/16 മൈനസ് എക്സ് എന്നെടുക്കാം. ഇതിനെ ജസ്റ്റ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും നിങ്ങൾക്ക്? 3 ഇൻറ്റു 16 മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് എന്ന് കിട്ടും. ഇത് ഓപ്പൺ ചെയ്താൽ 48 മൈനസ് 3x ഇസ് ഈക്വൽ ടു എക്സ് എന്നും, ഇതിൽ നിന്ന് എക്സ് ഇസ് ഈക്വൽ ടു 12 സെൻറ്റിമീറ്റർ എന്നും കിട്ടും. അപ്പോൾ ആൻസർ വരുന്നത് എത്രയാണ്? 12 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അതായത് 12 സെൻറ്റിമീറ്ററിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്നർത്ഥം അല്ലേ. നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. അപ്പം എക്സ് ഈക്വൽ ടു എത്രയാണ്? 12 സെൻറ്റിമീറ്റർ ആണ്. ഇതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്.